നമസ്കാരം. നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സീറോ കോസ്റ്റ് ഫെർട്ടിലൈസറാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ അരി കഴുകുന്ന വെള്ളം. നമ്മൾ അരി കഴുകുമ്പോൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുക, വെള്ളം അതങ്ങനെ കളയുകയാണല്ലോ ചെയ്യാറ്. ആ വെള്ളം നമ്മൾ ഒന്ന് ഒരു പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത്, ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുമ്പോഴത്തേക്കും ഇത് ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു സീറോ കോസ്റ്റ് ഫെർട്ടിലൈസറാണ്. നമുക്ക് വീട്ടിൽ നമ്മൾ എല്ലാ ദിവസവും ചോറ് വെക്കുമ്പോൾ ഈ അരി കഴുകുന്ന വെള്ളം കിട്ടുമല്ലേ. അപ്പോൾ ഇത് വെറുതെ കളയാതെ ഇത് ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ നന്നായിട്ട് വളരുന്നുണ്ട്. അതായത് ഇങ്ങനെ ഉണങ്ങിപ്പോയി ഡെഡായിട്ടുള്ള പ്ലാന്റ്സ് പോലും രണ്ടാമത് നല്ല ഇലകളൊക്കെ വന്ന് ജീവൻ വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൂവില്ലാത്ത ചെടികളൊക്കെ നല്ല പൂക്കളുണ്ടാകാനും ഒക്കെ ഈ ഒരു വെള്ളം നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഈ ഒരു വെള്ളം ഒഴിച്ചാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു അരി കഴുകുന്ന വെള്ളം ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് വെച്ചിട്ട് അതാണ് ചെടികൾക്ക് കൊടുക്കുന്നത്. പക്ഷേ കഞ്ഞിവെള്ളം നമ്മൾ ഒഴിക്കരുത്. കാരണം കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കട്ടി കൂടുതലാണ്, സ്റ്റാർച്ച് കൂടുതലാണ്. അപ്പം ചെടിച്ചട്ടിയിലുള്ള ചെടികൾക്കൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഇങ്ങനെ ചീഞ്ഞു പോകും. അങ്ങനത്തെ കഞ്ഞിവെള്ളം അല്ല ഞാൻ പറഞ്ഞ, അരി കഴുകുന്നുള്ള വെള്ളമാണ്. കഞ്ഞിവെള്ളം നമുക്കിങ്ങനെ വാഴയോ തെങ്ങോ അങ്ങനെയൊക്കെ വലിയ വലിയ മരങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് കൊടുക്കാം. പക്ഷേ ചെടിച്ചട്ടിയിലുള്ള ചെടികൾക്ക് നമ്മൾ അരി കഴുകുന്ന വെള്ളം കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.